function എന്താണെന്ന് അറിയാം. It is actually a heat exchanger. It is comes under the low pressure side of the vapor compression refrigeration system. Okay, so function is to exchange the heat between the commodities or whatever the things to be cooled in the VCRS system. It's extract heat from the place where to be cooled and deposit it to the condenser. അങ്ങനെയാണ് ഒരു evaporator function ചെയ്യുന്നത്. So basically evaporator is a heat exchanger. It is a low pressure, low temperature heat exchanger. There are two types of heat transfer process takes place in a evaporator, as it's in the case of a condenser itself. It's natural and forced type. നമുക്കറിയാം, based on the construction parameter we have to study this type of three kind ആയിട്ടുള്ള refrigerant evaporators ആണ് നമുക്കുള്ളത്. So bare tube coil, finned tube, plate type, shell and tube, shell and coil and tube in tube. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ, ഈ ഒരു ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഓൾറെഡി നമ്മൾ കണ്ടൻസറിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാര്യം കണ്ടൻസറും ഇവാപ്പറേറ്ററും എന്ന് പറയുന്നത് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ രണ്ടിൻ്റെയും കൺസ്ട്രക്ഷൻ പാരാമീറ്റേഴ്സ്, ഫാക്ടേഴ്സ് വരുന്നതെല്ലാം സെയിം തന്നെയാണ്. ഓൺലി ഡിഫറൻസ് ഈസ് കണ്ടൻസർ എന്ന് പറയുന്നത് ഹൈ പ്രഷറിൽ ആക്ട് ചെയ്യുന്ന ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ആണെന്നുണ്ടെങ്കിൽ ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത് ലോ പ്രഷറിൽ ആക്ട് ചെയ്യുന്ന ഒരു ഇവാപ്പറേറ്റർ ആണ്. ഇതിൻ്റെ എല്ലാം കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സും എല്ലാം ഒരേപോലെ തന്നെയായിരുന്നു. ബെയർ ട്യൂബ് കോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സിംപ്ലി സീ എ കോപ്പർ ട്യൂബ് ഓർ ആൻ അലുമിനിയം ട്യൂബ് ഓവർ ദെയർ. അതിനകത്തോടെ എന്തുണ്ടാവും? വേപ്പർ റെഫ്രിജറന്റ് പാസ് ചെയ്ത് പോകുന്നുണ്ട്, ലിക്വിഡ് റെഫ്രിജറന്റ് പാസ് ചെയ്ത് പോകും. അത് അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള ഹീറ്റ് അബ്സോർവ് ചെയ്തേണ്ടത് വേപ്പർ റെഫ്രിജറന്റ് ആയിട്ട് മാറുന്നതാണ് ബെയർ ട്യൂബ് എന്ന് പറയുന്നത്. പിൻഡ് ട്യൂബ് ആകുമ്പോഴത്തേക്ക് ഇൻ ബിറ്റ്വീൻ they will place some fin for the amount of heat transfer. പ്ലേറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് പ്ലേറ്റുകൾ അടുക്കി വെച്ചിട്ട് അതിനകത്ത് ഒരു എക്സ്ട്രൂഷൻ പാർട്ട് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? ആ ക്യാവിറ്റിക്കകത്തൂടെ ആയിരിക്കും നമ്മളുടെ ഈ ലിക്വിഡ് റെഫ്രിജറന്റ് പാസ് ചെയ്ത് പോകുന്നത്. ഷെൽ ആൻഡ് ട്യൂബ് ആകുമ്പോഴത്തേക്ക് ഒരു ഷെല്ലുണ്ടാവും. ഞാൻ കണ്ടൻസറിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ഷെല്ലുണ്ടാവും. അതിനകത്ത് എൻക്ലോസ്ഡ് ആയിട്ട് എന്തുണ്ടാവും? ട്യൂബ് ഉണ്ടാവും. ട്യൂബിനകത്തൂടെ ആയിരിക്കും റെഫ്രിജറന്റ് പാസ് ചെയ്ത് പോകുന്ന, അതിന് ചുറ്റുമുള്ള ഹീറ്റ് അത് അബ്സോർവ് ചെയ്തിരിക്കും. അതേപോലെ തന്നെയാണ് ആ ട്യൂബിന് മാറ്റിയിട്ട് കോയിൽ ടൈപ്പ് ആവണമെന്നുണ്ടെങ്കിൽ അത് ഷെൽ ആൻഡ് കോയിലായി. ട്യൂബ് ആകുമ്പോഴത്തേക്ക് ഒരു കോൺസെൻട്രിക്കലി ട്യൂബ് പ്ലേസ്ഡ് ആവുന്നതാണ്. ഓക്കെ, ദെൻ റെഫ്രിജറന്റ് ഫീഡ് ടൈപ്പ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലഡഡും ഉണ്ട്, ഡ്രൈ എക്സ്പാൻഷൻ ടൈപ്പ് ഉണ്ട്. സോ വി വിൽ സ്റ്റഡി ഇറ്റ് ഇൻ ഡീറ്റെയിൽ. എന്താണ് ഇവാപ്പറേറ്റർ എന്നും അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നും ആണ് ഈ ഒരു സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഇവാപ്പറേറ്റേഴ്സ് ഫംഗ്ഷൻ ഈസ് ടു അബ്സോർബ് ദ ഹീറ്റ് ഫ്രം ദ പ്ലേസ് ടു ബി കൂൾഡ് ആൻഡ് ഡെപ്പോസിറ്റ് ടു ദ കണ്ടൻസർ പാർട്ട്. അതാണ് നമ്മുടെ ഇവാപ്പറേറ്റർ ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, these are explaining the pH diagram. Okay, ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. As in the case of the condenser, the factors affecting the heat transfer എന്ന് പറയുന്നത് the rate of heat transfer, that is the material used, temperature difference. ഇതൊക്കെ കണ്ടൻസറിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞാണ്. കൺട്രോളിങ് ക്വാണ്ടിറ്റി ഓഫ് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് ദ റെഫ്രിജറന്റ് ആൻഡ് ദ സറൗണ്ടിങ്സ്, അതിനെ ബേസ് ചെയ്തും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ദെൻ എയർ സർക്കുലേഷൻ, then velocity of the refrigerant flows through them as in the evaporator. ഒരു നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്ലോ വെലോസിറ്റി ആയിരിക്കണം ഇവാപ്പറേറ്ററിന് നമ്മൾ പ്രൊവൈഡ് കൊടുക്കേണ്ടത്. ദെൻ ഇവാപ്പറേറ്ററിൻ്റെ കോയിലിൻ്റെ തിക്നെസ് ഒക്കെ ഫാക്ടേഴ്സ് ആണ്. ദെൻ ദ കോണ്ടാക്ട് സർഫസ് ഏരിയ ബിറ്റ്വീൻ ദ റെഫ്രിജറന്റ് ആൻഡ് ദ സർഫസ് ടു ബി കൂൾഡ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടൻസറിനകത്ത് പഠിച്ചിട്ട് ഈ ഫീച്ചേഴ്സ് തന്നെയാണ് ഇവാപ്പറേറ്ററിനകത്തും ഉള്ളത്. According to the type of construction, we have the bare tube coil evaporator, finned tube evaporator, plate evaporator, shell and tube evaporator, shell and coil evaporator, fin in tube in tube evaporator. According to the manner in which the liquid refrigerant is flows, flooded type and dry expansion type evaporators under. According to the mode of heat transfer, we can say that is natural convection is there, forced convection is there. Operating condition നോക്കുകയാണെങ്കിൽ ഫ്രോസ്റ്റിംഗ് ഉണ്ട്, നോൺ ഫ്രോസ്റ്റിംഗ് ഉണ്ട്, defrosting evaporators are there. So these are the classification of the evaporator in 4 features, based on 4 features. Okay, so we are going to discuss these things over here. So evaporator case I will go for a little fast because already we discussed about these things in the condenser part.
നാച്ചുറൽ കൺവെക്ഷൻ ഇവാപറേറ്റേഴ്സ് ഉണ്ട്, ഫ്ലഡഡ് ടൈപ്പ് ഇവാപറേറ്റേഴ്സ് ആൻഡ് ഡ്രൈ എക്സ്പാൻഷൻ ടൈപ്പ് ഇവാപറേറ്റേഴ്സ് ഉണ്ട്. നാച്ചുറൽ കൺവെക്ഷൻ ഇവാപറേറ്റേഴ്സ് ആകുമ്പോഴത്തേക്ക് നാച്ചുറൽ കൺവെക്ഷൻ കോയിൽസ് ആർ വെരി യൂസ്ഫുൾ when low air velocity and minimum dehydration of the product is required. So the selection of the natural convection is based on these parameters. അതായത് എയർ ഫ്ലോ വെലോസിറ്റി കുറവായിരിക്കും, മീൻസ് ദാറ്റ് വെയർ ടു ബി കൂളിംഗ് പ്ലേസ് നടക്കുന്ന സ്ഥലത്ത്. ഇപ്പോൾ നാച്ചുറൽ കൺവെക്ഷൻ ആണ് നമ്മൾ ഓൾറെഡി ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്നത്. അവിടെ എയറിൻ്റെ ഫ്ലോ വെലോസിറ്റി കുറവായിരിക്കും, ദെൻ ഡീഹൈഡ്രേഷൻ വളരെ മിനിമം ആയിരിക്കും. ആ ടൈമിലായിരിക്കും നമ്മൾ ഇവിടെ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, നാച്ചുറൽ കൺവെക്ഷൻ ഇവാപറേറ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റേഴ്സ്, കോൾഡ് സ്റ്റോറേജസ് ആൻഡ് സ്മോൾ ഫ്രീസേഴ്സ്, ആൻഡ് ഓഫ് കോഴ്സ് ഇൻ ദ വാട്ടർ കൂളർ. സോ ദീസ് ആർ ഓൾ ദ ഡൊമസ്റ്റിക് പർപ്പസസ്. Okay. The liquid refrigerant evaporators inside the cooling coil and cool the air whose density increases. The high density air flows downwards through the product in the cold storage and cools down. So this is the way a natural convection takes place. നമുക്ക് ഓൾറെഡി ഡൊമസ്റ്റിക് റെഫ്രിജറേറ്ററിനകത്ത് ഈ ഒരു പാട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഫ്രീസർ ഓർ ദ evaporator is placed in the top side of the cabin where it is cools the surrounding air. So what happens is density of the air increases and it flows down. ആ താഴോട്ട് പോകുന്നതിനനുസരിച്ച് it will absorb the heat from the commodities placed over there and it is get warm up. And of course it's warm up ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഡെൻസിറ്റി കുറയും, വീണ്ടും അത് ഫ്ലോട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയും ചെയ്യും. And this way the natural convection takes place. The circulation of the air over the cooling coil by natural convection is a function of temperature difference between evaporator and space to be cooled. അപ്പം ഈ ഒരു നാച്ചുറൽ കൺവെക്ഷൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇവാപറേറ്റർ ആൻഡ് ദ സ്പേസ് ടു ബി കൂൾഡ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് വി ഹാവ് ടു പ്രൊവൈഡ് സഫിഷ്യൻറ്റ് സ്പേസ് ഷുഡ് ബി പ്രൊവൈഡഡ് ബിറ്റ്വീൻ ദ ഇവാപറേറ്റർ ആൻഡ് ദ സീലിംഗ് ടു പെർമിറ്റ് ദ എയർ സർക്കുലേഷൻ ഓവർ ദ ടോപ്പ് ഓഫ് ദ കോയിൽ. അപ്പം നമ്മൾ കോയിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഒരു റൂഫ് സ്പേസ് കൊടുത്തിരിക്കണം ഈ നാച്ചുറലി ഇത് എയർ സർക്കുലേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. So baffles are also provided to separate the warm air and cold air fumes to ensure good air circulation. So if naturally air flows from one place to another, we have to provide some direction paths. അതിന് ആ ഡയറക്ഷൻസും ഡീവിയേഷൻസും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ കറക്റ്റായിട്ട് അത് സർക്കുലേറ്റ് ചെയ്ത് വരത്തുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു കൂളിംഗ് പ്രോസസ്സ് ഈ ഒരു ക്യാബിൻ്റെ ഉള്ളിൽ നടക്കുള്ളൂ. For rooms with larger width, more evaporator coils are used. Of course, if have to be cooling load കൂടുന്നതിനനുസരിച്ച് we have to go for evaporator coiling size increase ചെയ്തേ പറ്റുള്ളൂ. The refrigerant tubes are made of steel or copper. Steel tubes are used for ammonia in large capacity systems. All we are discussed in previous classes. The advantages are that the coil takes no floor space and it also requires low maintenance cost. It can operate for long periods without defrosting the ice formed on it, and it does not require special skill to fabricate it. Defrosting process ഒക്കെ വളരെ കുറവായിട്ടുണ്ടാകത്തുള്ളൂ ഈ ഒരു ടൈപ്പ് നാച്ചുറൽ കൺവെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത്. Defrosting can be done easily. Then disadvantage is that natural convection heat transfer coefficient is very yes. നീരേന് കേറാൻ പറ്റുന്നില്ല. ട്രൈ ടു ഗെറ്റ് ഇൻ. അതൊന്നും വേറെ ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ കയറിയതുപോലെ കയറാൻ കേട്ടോ. ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടില്ല, കയറാൻ പറ. Disadvantage is that natural convection heat transfer coefficient is very small and it's very long length are required. So നമുക്ക് നാച്ചുറൽ കൺവെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ we done the experiment. നാച്ചുറൽ കൺവെക്ഷൻ വരുമ്പോഴത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ കോഫിഷ്യൻറ്റ് ചെറുതായിരിക്കും. സോ അത്രയും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കണമെന്നുണ്ടെങ്കിലും we require longer length of the tubes. Okay. So in this figure we are explaining different types of evaporators. So ഈ ഒരു ഫിഗർ നോക്കുക കഴിഞ്ഞാൽ ഓൾറെഡി യു ക്യാൻ സി ദിസ് ഇസ് ഷെൽ ആൻഡ് ട്യൂബ് ആണ്. ദിസ് ഇസ് ഷെൽ ആൻഡ് ട്യൂബ് ആണ്. അപ്പം ഇതിനകത്ത് ലിക്വിഡ് റെഫ്രിജറന്റ് ഫ്ലോസ് ഇൻസൈഡ് ദ ട്യൂബ്സ്
liquid refrigerant ഇതിനകത്തൂടെ പാസ് ചെയ്ത് will get warmer up and this will close outside. ആൻഡ് ഏതാണ് നമുക്ക് കൂൾ ചെയ്യേണ്ടത് ആ ലിക്വിഡ് നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള പാർട്ടിനകത്തൂടെ മൂവ് ചെയ്ത് ചിൽഡ് ആയിട്ടുള്ള ലിക്വിഡ് പുറത്തെടുക്കും. ഓക്കെ, ട്യൂബ് ആകുമ്പോഴത്തേക്കും കൂളിംഗ് റെഫ്രിജറൻറ്റ് പുറത്ത് വരുന്നതും കൂളിംഗ് ഇന്നും അത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ റെഫ്രിജറൻറ്റ് എന്ന് പറയുന്നത് പുറത്തൂടെയും ഏതാണ് നമുക്ക് കൂൾ ചെയ്യേണ്ടത് അത് ഉള്ളിലൂടെ ആയിരിക്കും പോകുന്നത്. സോ ട്യൂബ് ആകുമ്പോഴത്തേക്ക് ആ രീതിയിലുള്ള അറേഞ്ച്മെൻ്റ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം, ജസ്റ്റ് ഒരു ഫിഗറിൻ്റെ റെപ്രസെൻറ്റേഷൻ ഏതെങ്കിലും ഒരു പാർട്ട് വരച്ച് വയ്ക്കാം. അതിനുശേഷം കൂളൻ്റ് അല്ലെങ്കിൽ നമുക്ക് ഏതാണോ കൂൾ ചെയ്യേണ്ടത് അത് ഇന്നർ ട്യൂബിനകത്തൂടെയും റെഫ്രിജറൻറ്റ് ഔട്ടർ ട്യൂബിനകത്തൂടെയും പാസ് ചെയ്ത് പോകുന്നത്. ദെൻ ഷെൽ ആൻഡ് കോയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ഷെൽ ആൻഡ് കോയിലാണ്. ഷെൽ ആൻഡ് കോയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് കൂളൻ്റ് എന്ന് പറയുന്നത് കോയിലിനകത്തൂടെ പാസ് ചെയ്യും. ദെൻ വി ഹാവ് ദാറ്റ് ഷെൽ പാർട്ട്, അതിനകത്തൂടെ ആയിരിക്കും റെഫ്രിജറൻറ്റ് ഫ്ലോ ചെയ്ത് പോകുന്നത്, ഇൻ ആൻഡ് ഔട്ട് എന്ന് പറയുന്നത്. ആ രീതിയിലായിരിക്കും ഈ ഒരു ഇവാപ്പറേറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, now I'm moving into the flooded type evaporators. Flooded type evaporators used in chemical and food processing industries. It is used in comfort and process air cooling installation, used in cold storage boxes and freezers. So എവിടെയാണ് flooded evaporators യൂസ് ചെയ്യുന്നത്? So we know what is the function of a float chamber. Float chamber. ആ ഫ്ലോട്ട് ചേംബർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവൈഡ് അഡ്വക്കേറ്റ് ക്വാണ്ടിറ്റി ഓഫ് സംതിങ് ഇൻ കണ്ടിന്യൂസ് മാനർ. അതായത് ഒരു ബ്രേക്ക് വരാതെ, ഒരു ഇൻട്രപ്ഷൻ വരാതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം സപ്ലൈ ചെയ്യുക, റെഗുലറായിട്ട് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫ്ലോട്ട് ചേംബറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് വി നോ ദാറ്റ് ഫ്ലോട്ട് ചേംബർ ഇൻ വേപ്പർ കംപ്രഷൻ സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ ദ കളക്ഷൻ ഓഫ് ദ ലിക്വിഡ് ആസ് വെൽ ആസ് ദ വേപ്പർ. അപ്പം ഈ ഒരു ഫ്ലഡ് ടൈപ്പുള്ള ഇവാപ്പറേറ്റേഴ്സിനകത്ത് എപ്പോഴും എന്തുണ്ടായിരിക്കും, ഇവാപ്പറേറ്ററിനകത്ത് ലിക്വിഡ് റെഫ്രിജറൻറ്റ് പ്രസൻറ്റഡ് ആയിരിക്കും. ഒരു കാരണവശാലും റെഫ്രിജറൻറ്റ് ഇല്ലാതെ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ എവിടെ ഉണ്ടാവത്തില്ല, ഈ ഒരു ഫ്ലഡ് ടൈപ്പ് ഇവാപ്പറേറ്റേഴ്സിനകത്ത് ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് എ ഇവാപ്പറേറ്റർ കോയിൽ, ദിസ് ഇസ് എ ഇവാപ്പറേറ്റർ കോയിൽ. ഇവാപ്പറേറ്റർ കോയിൽ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു അക്യുമുലേറ്ററിനകത്തോട്ടാണ്. ഈ അക്യുമുലേറ്ററിനകത്ത് എന്ന് പറയുന്നത് എപ്പോഴും എന്തുണ്ടായിരിക്കും, ലിക്വിഡ് റെഫ്രിജറൻറ്റ് സ്റ്റോറേജ് ഉണ്ടായിരിക്കും. ഇതിനകത്ത് പിന്നീട് ഒരു പാർട്ട്, ഒരു മുകളിലോട്ട് നോക്കി കഴിഞ്ഞാൽ ആ പാർട്ട് എന്ന് പറയുന്നത് അവിടെ വേപ്പർ റെഫ്രിജറൻറ്റ് ഫോം ചെയ്യുന്നതാണ്. വേപ്പർ റെഫ്രിജറൻറ്റ് ഫോം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂളിംഗ് ലോഡ് കഴിഞ്ഞിട്ട് ഈ ലിക്വിഡ് റെഫ്രിജറൻറ്റ് എപ്പോഴും ഒരു സാച്ചുറേറ്റഡ് കണ്ടീഷനിലായിരിക്കും ഈ ഒരു ഫ്ലഡഡ് ടൈപ്പ് ഇവാപ്പറേറ്റേഴ്സിനകത്ത് പ്രസൻറ്റഡ് ആയിരിക്കുന്നത്. ഓവർ ഹീറ്റ് ആവത്തില്ല, സൂപ്പർ ഹീറ്റഡ് ആവത്തില്ല. എന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രസറിൻ്റെ വർക്ക് നമുക്ക് സാച്ചുറേറ്റഡ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഹാവ് ഓൺലി സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ദ കംപ്രസർ വർക്ക്. അപ്പം ഫ്ലഡഡ് ടൈപ്പ് യൂസ് ചെയ്യുന്നത് എപ്പോഴും ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ലിക്വിഡ് റെഫ്രിജറൻറ്റ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട്. ദെൻ ഈ അക്യുമുലേറ്ററിനകത്തോട്ട് റെഫ്രിജറൻറ്റ് കളക്ഷൻ വരുന്നതെന്ന് പറയുന്നത് ഇത് ഫ്ലോട്ട് ചേംബർ വഴിയാണ്. ഈ ഫ്ലോട്ട് ചേംബർ എന്ന് പറയുന്നത് അതിലേക്ക് റെഫ്രിജറൻറ്റ് വരുന്നതെന്ന് പറയുന്നത് ഫ്രം ദ റെഫ്രിജറൻറ്റ് റിസീവറിൽ നിന്നാണ്. അപ്പം വാട്ട് എവർ ദ കണ്ടീഷൻ ഈസ് ദ റിസീവർ ഈസ് ഹാവിങ് അഡിക്വേറ്റ് ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് റെഫ്രിജറൻറ്റ്. അപ്പോൾ ഇതൊരു സർക്കുലേഷനാണ്. ഈ ലിക്വിഡ് റെഫ്രിജറൻറ്റ് എപ്പോഴും എന്തിനകത്തുണ്ടായിരിക്കും, ഈ റിസീവറിനകത്തുണ്ടായിരിക്കും. സപ്പോസ് വി ആർ ഹാവിങ് എ ലാർജർ ലോഡ് ഓവർ ഹിയർ. പെട്ടെന്ന് ഇവിടെ ലോഡ് കൂടുമ്പോഴത്തെ എന്ത് സംഭവിക്കും, ലാർജർ ക്വാണ്ടിറ്റിയിൽ എന്തുണ്ടാകും, ഇവിടെ ഇവാപ്പറേഷൻ നടക്കും. ഇവാപ്പറേറ്ററിനകത്ത് ലാർജർ ക്വാണ്ടിറ്റിയിൽ ഇവാപ്പറേഷൻ റേറ്റ് കൂടും. ലാർജർ ക്വാണ്ടിറ്റിയിൽ ഇവാപ്പറേഷൻ റേറ്റ് കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് റെഫ്രിജറൻറ്റ് ബോയിൽ ആവുക എന്നാണ്. കൂടുതൽ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ബോയിൽ ആകുമ്പോഴത്തെ എന്ത് ചെയ്യും, അക്യുമുലേറ്ററിനകത്തുള്ള റെഫ്രിജറൻറ്റ് കുറയാൻ തുടങ്ങും. റെഫ്രിജറൻറ്റ് കുറയുമ്പോഴത്തേക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന ഈ ഫ്ലോട്ട് ചേംബറിലും എന്തുണ്ടാകും, ഈ ലിക്വിഡിൻ്റെ ലെവൽ കുറയുകയും ലിക്വിഡ് ലെവൽ കുറയുന്ന സമയത്ത് ഇതിനകത്തൊരു ഫ്ലോട്ട് ഉണ്ട്. ഫ്ലോട്ട് എന്ന് പറയുന്നത് ലിക്വിഡ് ലെവലിൻ്റെ മേളിൽ നിൽക്കുകയാണ്. ആ ഫ്ലോട്ട് താഴോട്ട് വരികയും ഇവിടെ വാൽവിനെ ഓപ്പൺ ചെയ്യുകയും ചെയ്യും. ഈ വാൽവിനെ, ഫ്ലോട്ട് കൺട്രോളിങ് വാൽവിനെ ഓപ്പൺ ചെയ്യുകയും റിസീവർ വഴി വീണ്ടും എന്ത് ചെയ്യും, ഇതിനകത്തോട്ട് ലിക്വിഡ് റെഫ്രിജറൻറ്റ് വന്ന് ഫില്ലാവുകയും ആ ലിക്വിഡ് റെഫ്രിജറൻറ്റ് എവിടെ വരികയും ചെയ്യും, ഈ അക്യുമുലേറ്ററിനകത്ത് വരികയും അഡിക്വേറ്റ് ക്വാണ്ടിറ്റിയിൽ ഇവാപ്പറേറ്ററിനകത്തോട്ട് ലിക്വിഡ് റെഫ്രിജറൻറ്റ് എത്തുകയും ചെയ്യും. ഓക്കെ, ഇനി ലോഡ് കുറയുന്ന സമയത്ത് ആ ലിക്വിഡ് റെഫ്രിജറൻറ്റ് നേരെ തിരിച്ചൊഴുകി ഇതിനകത്ത് വന്ന് പ്ലേസ് ആവുകയും ചെയ്യും. ഇനി ഇതിനകത്ത് ബാഫിൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ഇവിടുന്ന് വേപ്പർ റെഫ്രിജറൻറ്റ് ആണ് കംപ്രസറിലേക്ക് പോകേണ്ടത്.
അതിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള ലിക്വിഡ് ക്വാണ്ടിറ്റീസോ അല്ലെങ്കിൽ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സോ വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ബാഫിൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് വൺ, ഫ്ലഡഡ് ടൈപ്പ് ഇവാപ്പറേറ്റേഴ്സ്. മനസ്സിലായോ? കിരൺ മനസ്സിലായോ? കേൾക്കുന്നുണ്ടോ? എനിവൺ കേൾക്കുന്നുണ്ടോ ഇത്? കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന. വർക്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ ഒരു സ്ലൈഡുകളിൽ പറഞ്ഞിരിക്കുന്നത്, 2 സ്ലൈഡുകളിൽ പറഞ്ഞിരിക്കുന്നത്. Now I'm moving to direct expansion coil. Direct expansion coil ആകുമ്പോഴത്തേക്കും this is actually operated by means of a ഫീലർ ബൾബ്. ഇതൊരു ഫീലർ ബൾബിലായി. ഇതെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഡ്രൈ എക്സ്പാൻഷൻ ഇവാപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സ്പാൻഷൻ ഇവാപ്പറേറ്റേഴ്സ് പ്ലേസ് ചെയ്യുന്നത് എപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാലും ഒരു യൂണിഫോം ലോഡ് വരുന്ന സിസ്റ്റത്തിലായിരിക്കും നമ്മളിത് പ്ലേസ് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ പറയാൻ പോകുന്ന ഡീറ്റെയിൽസ് ആണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ദിസ് ഇസ് ഫോർ യുവർ റെഫറൻസ് നോട്ട്സ് ആണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ദ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഫ്രം ദ റിസീവർ ഇസ് ഫ്ലോസ് ഇൻ ടു ദ ഇവാപ്പറേറ്റർ. ഈ ഇവാപ്പറേറ്റർ പാസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് വാട്ട് ഹാപ്പൻസ് ഈസ് ദ ലിക്വിഡ് റെഫ്രിജറൻറ്റ് കൺവേർട്സ് ടു വേപ്പർ. ഓഫ് കോഴ്സ് അങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നീട് എന്താണ്, ഇവിടെ സൂപ്പർ ഹീറ്റഡ് കണ്ടീഷൻ ആണ് ഉണ്ടാകുന്നത്. സൂപ്പർ ഹീറ്റഡ് കണ്ടീഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് വാട്ട് ഹാപ്പൻസ് ഈസ് വി ഹാവ് എ ഫീലർ ബൾബ് ഓവർ ഹിയർ. ഫീലർ ബൾബ് ഉണ്ട്. ഫീലർ ബൾബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇതിനകത്ത് ഈ ഒരു ഫീലർ ബൾബ് എന്ന് പറയുന്നത് നമ്മുടെ സെക്ഷൻ അല്ലെങ്കിൽ ഇവാപ്പറേറ്റർ തീരുന്ന ഭാഗത്ത് ഒരു അതിൻ്റെ ട്യൂബിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു സെക്ഷനാണ്. ഇതിനകത്ത് റെഫ്രിജറൻ്റ് ഉണ്ട്. ഏത് റെഫ്രിജറൻ്റ് ആണോ ഇതിനകത്തൂടെ പാസ് ചെയ്യുന്ന ആ റെഫ്രിജറൻ്റ് തന്നെ ആയിരിക്കും ഇവിടെ ഇരിക്കുന്നത്. അപ്പം ഈ റെഫ്രിജറൻറ്റിൻ്റെ അതേ ടെമ്പറേച്ചർ ഇതിനെ കിട്ടുകയും ഈ ടെമ്പറേച്ചർ ഇതിനകത്ത് വരുന്നതിനനുസരിച്ച് ഇവിടുത്തെ എക്സ്പാൻഷൻ വാൽവ് ഓപ്പൺ ആവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് സൂപ്പർ ഹീറ്റഡ് ആവുകയാണെങ്കിൽ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വക്കറ്റ് ക്വാണ്ടിറ്റിയിൽ എന്ത് വരുന്നില്ല എന്നാണ്, ലിക്വിഡ് റെഫ്രിജറൻറ്റ് വരുന്നില്ല എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഈ എക്സ്പാൻഷൻ വാൽവ് ഓപ്പൺ ആവുകയും കൂടുതൽ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഇതിനകത്തോട്ട് പാസ് ചെയ്ത് കയറി വരികയും ചെയ്യും. അതാണ് ഈ ഒരു ഡയറക്റ്റ് എക്സ്പാൻഷൻ ടൈപ്പ് ഇവാപ്പറേറ്ററും ഫങ്ഷൻ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രീതിയിലാണ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വാൽവിൻ്റെ ആ ഫീലർ ബൾബ് ഞാൻ അങ്ങ് മാറ്റി 2 രീതി നോക്കിക്കഴിഞ്ഞാൽ കൂളിംഗ് ലോഡ് കുറവാണെന്നുണ്ടെങ്കിൽ when the cooling load is light, quantity of the liquid refrigerant in the evaporator is small. അപ്പം അറിയാം, ഒരു നിമിഷം. കൂളിംഗ് ലോഡ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവാപ്പറേറ്ററിനകത്ത് എന്ത് മതി, കുറച്ച് വേപ്പർ ലിക്വിഡ് റെഫ്രിജറൻറ്റ് വന്നാൽ മാത്രം മതി. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഇസ് ഈ ഒരു ഫീലർ ബൾബ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, കറക്റ്റായിട്ടല്ല വരുന്നതെന്നുണ്ടെങ്കിലും ഈ കുറച്ച് ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഈ ഇവാപ്പറേറ്ററിനകത്ത് വരുന്ന സമയത്ത് അത് പെട്ടെന്ന് ബോയിലാവും. പെട്ടെന്ന് ബോയിലാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അത് വേപ്പർ ആവും. വേപ്പർ എന്ന് പറയുന്നത് ചിലപ്പോൾ വേപ്പർ ബബിൾസ് ആയിട്ട് ഫോം ചെയ്യും. പേപ്പർ ബബിൾസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്യൂബിനെ ഇതെന്ത് ചെയ്യും, അവിടെ വെച്ചിട്ട് അത് ബ്ലോക്ക് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് അവിടെ വന്നിട്ടങ്ങ് ഡ്രൈ ഏരിയാസ് ക്രിയേറ്റ് ചെയ്യും. ഡ്രൈ ഏരിയാസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ പ്രോപ്പറായിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം എന്തിനുണ്ടാവും, ഈ ഒരു റീജിയനിലുണ്ടാവും. പക്ഷെ അത് നമ്മൾ ഫീലർ ബൾബ് കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അഡിക്വറ്റ് ക്വാണ്ടിറ്റിയിലും ലിക്വിഡ് റെഫ്രിജറൻറ്റ് വരികയും ചെയ്യത്തില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഇതിനകത്ത് എത്തിയേ പറ്റുള്ളൂ. കൂളിംഗ് ലോഡ് കൂടുന്ന സമയത്ത് ലാർജർ ക്വാണ്ടിറ്റിയിലായിരിക്കും എന്ത് കയറി വരുന്നത്, ലിക്വിഡ് റെഫ്രിജറൻറ്റ് പാസ് ചെയ്ത് വരുന്നത്. അത് ഉടനെ തന്നെ എന്ത് ചെയ്യും, ഇവാപ്പറേറ്റ് ചെയ്യും. ഇവാപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ചില ചാൻസ് ഉണ്ട് സെപ്പറേഷൻ ആവാനുള്ള. അതായത് വേപ്പർ ആയിട്ടുള്ള റെഫ്രിജറൻറ്റ് മുകളിൽ ആ ട്യൂബിൻ്റെ മുകളിലും ലിക്വിഡ് ആയിട്ടുള്ളതിൻ്റെ താഴെ കൂടെ ആയിരിക്കും ഫ്ലോ ചെയ്ത് വരുന്നത്. ഈ ഒരു അറേഞ്ച്മെൻ്റ് ആണ് എപ്പോഴും നല്ലത്. അപ്പം എന്ത് ചെയ്യും, നല്ല ക്വാണ്ടിറ്റിയിൽ, അതായത് ഒരു സ്ഥലത്തും ഡ്രൈ ആയിട്ടുള്ള ഒരു ഏരിയസ് ഫോം ചെയ്യത്തില്ല, ലാർജർ ക്വാണ്ടിറ്റി ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുകയും ചെയ്യും. എല്ലാ സ്ഥലത്തും എന്തുണ്ടാവും, ലിക്വിഡ് റെഫ്രിജറൻറ്റ് പ്ലേസിംഗ് ഉണ്ടാകും.
അപ്പം ഈ ഒരു അറേഞ്ച്മെൻ്റാണ് അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് ഈ ഒരു ടൈപ്പിലാണ്. ഓക്കെ, അതായത് ലിക്വിഡ് റെഫ്രിജറൻറ്റ് കോയിലിൻ്റെ ബോട്ടത്തിലൂടെ പാസ് ചെയ്ത് പോവുകയും വേപ്പർ റെഫ്രിജറൻറ്റിൻ്റെ മുകളിൽ ക്രിയേറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റിയിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ഓക്കെ, അതാണ് ഡ്രൈ എക്സ്പാൻഷൻ ഇവാപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യമാണ് നമുക്ക് ഇവാപ്പറേറ്ററിനകത്ത് പഠിക്കാനുള്ളത്. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ടുണ്ടോ? മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സെഷൻ എന്ന് പറയുന്നത് എക്സ്പാൻഷൻ വാൽവ്സ് ആണ്. എക്സ്പാൻഷൻ വാൽവ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഹൈ പ്രഷറിലുള്ള ലിക്വിഡ് റെഫ്രിജറൻറ്റിനെ ലോ പ്രഷറിലുള്ള ലിക്വിഡ് റെഫ്രിജറൻ്റായിട്ട് മാറ്റുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഹൈ ടെമ്പറേച്ചറിലുള്ള ലിക്വിഡ് റെഫ്രിജറൻറ്റിനെ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് റെഫ്രിജറൻ്റായിട്ട് മാറ്റുന്നതാണ് എക്സ്പാൻഷൻ ഡിവൈസസ് എന്ന് പറയുന്നത്. It reduces the pressure of the refrigerant from the condenser pressure to evaporator pressure. So this is the mediator which is comes in between the condenser and evaporator. And this expansion device actually regulating the flow of the refrigerant in the evaporation or in the evaporator. So classification, expansion devices, we all have a capillary tube. As we all know, നമ്മൾ കാണുന്ന മൊത്തം ഈ ടൈപ്പ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. കാപ്പിലറി ട്യൂബ് ആയിരിക്കും. Then hand operated valve, automatic or constant pressure expansion valve, thermostatic expansion valve, low side float valve, high side float valve. So ഇതെല്ലാം ഫിഗർ വരച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ അത്രയും ഡിസ്പ്ലേ ചെയ്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് we will finish the expansion devices and topic. Okay, so capillary tube എന്ന് വെച്ച് കഴിഞ്ഞാൽ this is ഒരു ഓൾറെഡി നമുക്ക് ഇവാപ്പറേറ്ററിനും കണ്ടൻസറിനും ഒക്കെ നമുക്കൊരു പർട്ടിക്കുലർ ട്യൂബിൻ്റെ ഡയമീറ്റർ ഉണ്ടാവും. ആ ഡയമീറ്ററിലും കുറഞ്ഞിട്ട് നല്ല രീതിയിൽ ലെങ്ത് ഉള്ള ട്യൂബിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാപ്പിലറി ട്യൂബ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എങ്ങനെയാണ് പ്രഷർ റിഡക്ഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്ട്രിക്ഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഫ്ലോയ്ക്ക് റെസ്ട്രിക്ഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കാപ്പിലറി ട്യൂബിൻ്റെ ഫംഗ്ഷൻ. അതായത് ഏരിയ കുറച്ച് ലെങ്ത് കൂടുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, ആ ഭാഗത്ത് അത്രയും റെസ്ട്രിക്ഷൻ പ്രൊവൈഡ് ചെയ്യും. ആ റെസ്ട്രിക്ഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ പ്രഷർ ഡ്രോപ്പ് ഉണ്ടാവും. ആ പ്രഷർ ഡ്രോപ്പിലൂടെയാണ് കാപ്പിലറി ട്യൂബ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സിമ്പിൾ ഓപ്പറേഷനാണ് കാപ്പിലറി ട്യൂബ്സ് ചെയ്യുന്നത്. അപ്പം എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ലോഡ് ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ കാപ്പിലറി ട്യൂബ്സ് യൂസ് ചെയ്യുന്നത്. വേരിയങ് ലോഡൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കാപ്പിലറി ട്യൂബുകൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഫ്രം ദ കണ്ടൻസർ പാസസ് ഇൻ ടു ദ കാപ്പിലറി ട്യൂബ്. അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും, ഒരു ചെറിയ രീതിയിലുള്ള ഒരു സ്ട്രെയിനർ പ്രൊവൈഡ് ചെയ്യും. ഏതെങ്കിലും രീതിയിലുള്ള ഡേർട്സോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ്ഡ് സർക്യൂട്ട് ആണ്. ഇൻ കേസ് ഉണ്ടെങ്കിൽ കൂടിയും ഈ ഒരു ട്യൂബിനകത്തൂടെ പാസ് ചെയ്ത് പോകാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ വളരെ ചെറിയ ട്യൂബായിരിക്കും, ഡയമീറ്റർ വളരെ കുറവായിരിക്കും. ആ ട്യൂബിനകത്തൂടെ അത് പാസ് ചെയ്ത് പോകാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് സ്ട്രെയിനർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ദെൻ ഇതിൻ്റെ പ്രഷർ റിഡക്ഷൻ എങ്ങനെ ഫോം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ട്യൂബിൻ്റെ ലെങ്തും അതിൻ്റെ ഡയമീറ്ററിനെയും ബേസ് ചെയ്തായിരിക്കും. ഓക്കെ, capillary tube is a small diameter tubing that offers the restriction flow of the refrigerant. It is an internal diameter ranges from 0.5 mm to 2.25 mm depending upon the capacity of the refrigerating or air conditioning system. A fine mesh screen is provided at the inlet of the tube in order to protect it from the contaminants. A smaller filter dryer is used to provide additional freeze-up application. ഇതെല്ലാം ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. The pressure drop attained through the capillary tube depends upon its diameter and length. The longer the capillary tube or the smaller the inside diameter of the tube, greater will be the pressure drop. Capillary tubing is made up of copper, is mostly commonly used. Capillary tubing is used for small refrigeration and air conditioning systems like household refrigerator, water coolers, deep freezers, window air conditioners, split air conditioners, small packaged എയർ കണ്ടീഷണർ സിസ്റ്റം. അപ്പം എപ്പോഴും യൂണിഫോം ലോഡ് വരുന്ന അല്ലെങ്കിൽ വേരിയങ് ലോഡ് വരാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ എപ്പോഴും കാപ്പിലറി ട്യൂബിങ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് റെക്കമെൻഡ് ചെയ്യുന്നത്. Capillary tube is not self-adjusting.
if the condition changes, such as an increase in the discharge or condenser pressure due to a rise in ambient temperature, reduction in evaporator pressure, etc., the refrigerant flow rate will also change. അപ്പോൾ ഇതിനകത്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു നമ്മൾ കാപ്പിലറി ട്യൂബാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ്, അതായത് ഇൻക്രീസ് ഇൻ ഡിസ്ചാർജ് ഓർ കണ്ടൻസർ പ്രഷർ ഡ്യൂ ടു ദ റൈസ് ഇൻ ആംബിയന്റ് ടെമ്പറേച്ചർ ഓർ റിഡക്ഷൻ ഇൻ ഇവാപറേറ്റർ പ്രഷർ, ഇത് വരുന്ന സമയത്ത് റെഫ്രിജറൻറ്റിൻ്റെ ഫ്ലോയ്ക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് മാത്രമേ ഇതിനകത്ത് ഒരു വേരിയേഷൻ ആയിട്ട് വരുന്നുള്ളൂ. ആ രീതിയിലായിരിക്കും ഈ ഒരു സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത്. Therefore, a capillary tube selected for a particular set of conditions and a load will operate somewhat less efficiently at other conditions. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേരിയൻ ലോഡ് എങ്ങാനും വരുവാണെന്നുണ്ടെങ്കിൽ the capillary tube will not provide an adequate condition for the system. Advantages എന്ന് പറയുന്നത്, it is having a low cost. When compressor stops, the refrigerant continues to flow into the evaporator and equalize the pressure between the high side and the low side of the system. This is one of the advantage of a capillary tube. അതായത് കംപ്രസർ ഓഫ് ആവുന്ന സമയത്തും നമ്മളുടെ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഇവാപറേറ്ററിനകത്തോ എവിടെയെങ്കിലും അൺബാലൻസിങ് പ്രഷർ ഫോം ചെയ്ത സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഫ്ലോ ചെയ്യും. കാര്യം വെച്ചാൽ റെസ്ട്രിക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല, നമ്മളത് യൂണിറ്റ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ലിക്വിഡ് റെഫ്രിജറൻറ്റ് എവിടെയും വെച്ച് അടച്ചു വെക്കുന്നില്ല. അങ്ങനെ ഫ്ലോ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ സിസ്റ്റത്തിനെ ബാലൻസ് ചെയ്ത്, അതായത് പ്രഷർ ബാലൻസ് ചെയ്ത് നിർത്തും. അതാണ് ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. The liquid receiver is also eliminated in capillary tube system because of the need to limit the refrigerant charge. അപ്പം ഇതിനകത്ത് നമുക്കൊരു രീതിയിലുള്ള ലിക്വിഡ് റിസീവറിൻ്റെ ആവശ്യം വരുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിമിറ്റഡ് ആപ്ലിക്കേഷൻസിനോ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ടൈപ്പ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിന് വേണ്ടി മാത്രമേ കാപ്പിലറി ട്യൂബുകൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, then moving into the hand operated valves. ഹാൻഡ് ഓപ്പറേറ്റഡ് വാൽവ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, റെഗുലേഷൻ, നമുക്കൊരു വാൽവ് ഉണ്ടാകും, ഹാൻഡ് വീൽ ഉണ്ടാകും. ആ ഹാൻഡ് വീൽ ഓപ്പൺ ചെയ്യുന്നതനുസരിച്ച് വി ഹാവ് എ വാൽവ് സീറ്റ് ഓവർ ഹിയർ. ഇതൊരു നീഡിൽ ടൈപ്പ് ആയിട്ടുള്ള വാൽവ് ആയിരിക്കും. ഇവിടെ ആയിരിക്കും നമ്മുടെ റെസ്ട്രിക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. മോറായിട്ട് ഓപ്പണിംഗ് ചെയ്യുകയാണെങ്കിൽ മോർ വിൽ ബി ദ എക്സ്പാൻഷൻ ഓൺ ദ ഫ്ലോ. ലെസർ ക്വാണ്ടിറ്റിയിലാണ് ഓപ്പണിംഗ് വരുന്നതെങ്കിൽ ലെസർ വിൽ ബി ദ എക്സ്പാൻഷൻ ആൻഡ് ദ ഫ്ലോ. അപ്പോൾ ഇത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ്, ഈ ഒരു സിസ്റ്റം എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ലോഡ് വരുന്ന സ്ഥലത്ത് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഇതെപ്പോഴും മിക്കവാറും കണ്ടുവരുന്നത് ഐസ് പ്ലാന്റുകളിലാണ്. അപ്പോൾ ഇതിനകത്ത് സ്പെഷ്യലി സ്കിൽഡ് ആയിട്ടുള്ള ഒരു ലേബറോ ഒരു ഓപ്പറേറ്ററോ ആവശ്യമുണ്ട് ഈ ഒരു സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതെല്ലാം റിക്വയർഡ് കണ്ടീഷൻ അനുസരിച്ച് വി ഹാവ് ടു റെഗുലേറ്റ് ദ സിസ്റ്റം. അതാണ് ഹാൻഡ് ഓപ്പറേറ്റഡ് വാൽവ്സ് എന്ന് പറയുന്നത്. ദെൻ മൂവിങ് ഇൻ ടു ദ കോൺസ്റ്റന്റ് പ്രഷർ എക്സ്പാൻഷൻ വാൽവ് ഓർ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ്. സോ ദിസ് ടൈപ്പ് system maintains constant pressure inside the evaporator no matter what will be the refrigeration load inside the evaporator. അപ്പം ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇവാപറേറ്റർ പ്രഷർ കോൺസ്റ്റന്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ടൈപ്പ് എക്സ്പാൻഷൻ വാൽവിൻ്റെ ഫംഗ്ഷൻ. എന്താണെന്ന് വെച്ചാൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, when the load of the evaporator is high, it won't allow more flow of the refrigerant as per the requirement. Similarly, when the load is lesser, it won't allow the reduction of the flow of the refrigerant as per the requirement. അപ്പോൾ ഫ്ലോ റേറ്റ് ഒന്നും ഇതിനകത്ത് വ്യത്യാസം വരുത്തുന്നില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഇറ്റ് ഈസ് മെയിൻറ്റെയിനിങ് ദ പ്രഷർ ഓഫ് ദ ഇവാപറേറ്റർ സൈഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇതിനകത്തെന്ന് പറയുന്നത്, ഒരു ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവിനകത്ത് എന്ന് പറയുന്നത് വി ഹാവ് എ ഡയഫ്രം ഓവർ ഹിയർ. ഒരു ഡയഫ്രം ഉണ്ട്, ഒരു മെറ്റാലിക് ഡയഫ്രം ഉണ്ട്. യു ക്യാൻ സീ ദ ഡയഫ്രം. ഈ ഡയഫ്രത്തിൻ്റെ അപ്പർ സൈഡും ലോവർ സൈഡും നോക്കുകയാണെങ്കിൽ രണ്ട് പ്രഷറാണ് വരുന്നത്. ഒന്ന് ടോപ്പ് സൈഡ് നോക്കുകയാണെങ്കിൽ വി ഹാവ് ദ സ്പ്രിംഗ് പ്രഷർ. ആ സ്പ്രിംഗ് ലോഡഡ് എന്ന് പറയുന്നത് വി ആർ അഡ്ജസ്റ്റിംഗ് എ സ്ക്രൂ. ഈ അഡ്ജസ്റ്റ് വെച്ചുകൊണ്ട് ഈ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ സ്പ്രിങ്ങിനകത്ത് വരുന്ന ടെൻഷൻ മാറ്റാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ലോവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ദ ഇവാപറേറ്റർ പ്രഷർ ആക്ട്സ് ഓൺ ദെയർ. അപ്പം ഈ സിസ്റ്റം ഇപ്പോൾ അടഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവാപറേറ്റർ പ്രഷറും സ്പ്രിംഗ് പ്രഷറും ബാലൻസ് ചെയ്ത് നിൽക്കുമ്പം എന്ത് ചെയ്യും, ഇത് രണ്ടും ക്ലോസ്ഡ് ആയിരിക്കും. ഈ വാൽവ് ഇതിനകത്ത് വന്ന് സീറ്റഡ് ആയിട്ട് ഈ വാൽവ് ഓപ്പൺ ക്ലോസ്ഡ് ആയിരിക്കും. ആ സമയത്ത് എന്ത് ചെയ്യത്തില്ല, ലിക്വിഡ് റെഫ്രിജറന്റ് ഇവിടെ വന്നിട്ട് ഫ്ലോ ചെയ്ത് പോകത്തില്ല, അവിടെ തന്നെ നിൽക്കത്തേ ഉള്ളൂ. എപ്പോഴാണോ നമ്മളുടെ ഇവാപറേറ്റർ പ്രഷർ ഡ്രോപ്പ് ചെയ്യുന്നത് ആ സമയത്ത് എന്ത് ചെയ്യും, ഈ വാൽവ് ഓപ്പൺ ആവുകയും ഇതുവഴി ലിക്വിഡ് റെഫ്രിജറന്റ് പാസ് ചെയ്ത് പോവുകയും ചെയ്യും. അതാണ് ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള എക്സ്പാൻഷൻ വാൽവ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇവാപറേറ്റർ പ്രഷർ കൂടുന്ന സമയത്ത് ഈ വാൽവിനത്
ഈ ഡയഫ്രഗത്തിൻ്റെ മുകളിലോട്ട് പ്രസ് ചെയ്യുകയും സ്പ്രിങ്ങിന് അഗെയിൻസ്റ്റ് പ്രഷറിലേക്ക് നമ്മളത് ലിഫ്റ്റ് ചെയ്യുകയും ഈ വാൽവ് ഇതിനകത്തുനിന്ന് സീറ്റ് ആകുകയും പിന്നീട് റെഫ്രിജറൻ്റ് അങ്ങോട്ട് ഫ്ലോ ചെയ്യുകയും ചെയ്യത്തില്ല. അപ്പം അതിനകത്ത് പ്രഷർ കോൺസ്റ്റൻ്റ് ആയി, വീണ്ടും കോൺസ്റ്റൻ്റ് ആയി. വീണ്ടും ഇവാപ്പറേഷൻ റേറ്റ് നടക്കുമ്പോഴത്തേക്ക് പ്രഷർ കുറയും. പ്രഷർ കുറയുന്ന സമയത്ത് വീണ്ടും എന്ത് ചെയ്യും, ഈ ഇവാപ്പറേറ്റർ പ്രഷർ ഡ്രോപ്പ് ആവുകയും ഈ വാൽവ് ഇവിടെ ഓപ്പൺ ആവുകയും ചെയ്യും. വീണ്ടും എന്ത് ചെയ്യും, ലിക്വിഡ് റെഫ്രിജറൻ്റ് ഫ്ലോ ചെയ്യും, ഇവാപ്പറേറ്ററിനകത്തോട്ട് പാസ് ചെയ്ത് പോകും. ഇതാണ് ഒരു കോൺസ്റ്റന്റ് പ്രഷർ എക്സ്പാൻഷൻ വാൽവ് ഓർ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. വാൽവ് ക്ലോസ്ഡ് കണ്ടീഷൻ. വാൽവ് ക്ലോസ്ഡ് കണ്ടീഷൻ ആകുമ്പോഴത്തേക്ക് സ്പ്രിംഗ് ലോഡഡ് ആയിരിക്കും ഇവിടെ കൂടുതലായിരിക്കുന്നത്. സ്പ്രിംഗ് ലോഡ് കൂടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, വാൽവ് ക്ലോസ്ഡ് ആയിരിക്കും. ഇവാപ്പറേറ്റർ പ്രഷർ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും, വാൽവ് ക്ലോസ്ഡ് ആയിരിക്കും. ഇവാപ്പറേറ്റർ പ്രഷർ കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും, വാൽവ് ഓപ്പൺ ആവുകയും ചെയ്യും. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, the next one is the thermostatic expansion valve. Thermostatic expansion valve almost ഈ automatic expansion valve പോലെ തന്നെയാണ്. It most commonly used in devices in both commercial and industrial refrigeration system, also known as constant superheater valve. It maintains a constant superheat of the vapor refrigerant at the end of the evaporator coil. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവിനകത്ത് പറഞ്ഞിരിക്കുന്നത് രണ്ട് ടൈപ്പ് ആയിട്ടുള്ള ലോഡ് ആക്ട് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇവാപ്പറേറ്റർ പ്രഷർ ആക്ട്സ് ഓൺ ദ ബോട്ടം സൈഡ് ഓഫ് ദ ഡയഫ്രം and the spring load which comes in the top side of the diaphragm. ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഒരു ഫീലർ ബൾബ് ഉണ്ട്. ഈ ഫീലർ ബൾബ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഡ്രൈ എക്സ്പാൻഷൻ യൂസ് ചെയ്തതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റഡ്, അതായത് ഇവാപ്പറേറ്റർ ട്യൂബിന്റെ എൻഡിൽ നമ്മൾ പ്ലേസ് ചെയ്യും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സൂപ്പർ ഹീറ്റഡ് കണ്ടീഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചറിനെ ബേസ് ചെയ്ത് ഈ ഫീലർ ട്യൂബിനകത്ത് ഉള്ള റെഫ്രിജറന്റ് എന്ത് ചെയ്യും, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ആ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അത് ഈ ഒരു എക്സ്പാൻഷൻ വാൽവിനകത്ത് എന്തുണ്ടാകും, പ്രഷറൈസേഷൻ കൊടുക്കും. കൂടുതൽ പ്രഷർ കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡിക്വേറ്റഡ് ക്വാണ്ടിറ്റിയിൽ റെഫ്രിജറന്റ് വരുന്നില്ല എന്നാണ് അർത്ഥം. അതായത് നമ്മൾ ഇവാപ്പറേറ്റഡ് കോയിലിന്റെ എൻഡിൽ സൂപ്പർ ഹീറ്റ് ആവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ കറക്റ്റ് അളവിൽ ലിക്വിഡ് റെഫ്രിജറന്റ് ഈ ഇവാപ്പറേറ്ററിനകത്ത് ഇല്ലെന്നാണ്. അപ്പം കൂടുതൽ ലിക്വിഡ് റെഫ്രിജറന്റ് ആവശ്യമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഈ ഫീലർ വാൽവ് എന്ത് ചെയ്യും, ചൂടാവുകയും ആ ചൂടാവുന്നതിനനുസരിച്ച് ഇവിടെ പ്രഷർ കൂടുകയും ഈ വാൽവ് ഇവിടെ ഓപ്പൺ ആവുകയും ചെയ്യും. വാൽവ് ഓപ്പൺ ആവുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും, ഈ ഒരു കൂടുതലായിട്ടുള്ള റെഫ്രിജറന്റ് ഫ്ലോ ചെയ്ത് പോവുകയും അതിനകത്ത് കൂളിംഗ് ലോഡിന് വേണ്ടിയിട്ടുള്ള അഡിക്വേറ്റ് ക്വാണ്ടിറ്റി ഉള്ള റെഫ്രിജറന്റ് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പം ഈ ഒരു കണ്ടീഷനാണ് ഞാൻ പറഞ്ഞത്. അപ്പം കുറച്ച് ടെമ്പറേച്ചറേ ഉള്ളെന്നുണ്ടെങ്കിൽ, അതായത് റെഡ്യൂസ്ഡ് സൂപ്പർ ഹീറ്റ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഈ ഒരു ഫീലർ ബൾബിന് ഇവിടെ കൊടുക്കുന്ന പ്രഷർ കുറവായിരിക്കും, സ്പ്രിംഗ് ലോഡ് കൂടുതലാവുകയും വാൽവ് ക്ലോസ്ഡ് ആയിരിക്കും ചെയ്യും. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമുക്ക് അത്ര ക്വാണ്ടിറ്റിയിൽ എന്താവശ്യമില്ല, ലിക്വിഡ് റെഫ്രിജറന്റ് ആവശ്യമില്ല. പക്ഷേ സൂപ്പർ ഹീറ്റഡ് കണ്ടീഷൻ ആണെങ്കിൽ, ആഡഡ് സൂപ്പർ ഹീറ്റഡ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ കൂടുകയും ഇവിടെ പ്രഷർ കൂടുകയും ചെയ്യും. ആ സമയത്ത് നമുക്ക് ലിക്വിഡ് റെഫ്രിജറന്റ് കൂടുതൽ ആവശ്യമുണ്ട്, വാൽവ് ഓപ്പൺ ആവുകയും വേണം. സോ ഇവിടെ വാൽവ് ഓപ്പൺ ആവുകയും ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫിഗർ റെപ്രസെൻറ്റേഷൻ. ഇതാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിലും ഇതിനകത്തും വരുന്ന പ്രഷർ ലോഡുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയഫ്രം ഉണ്ട്. ഈ ഡയഫ്രം എന്ന് പറയുന്നത് മെറ്റാലിക് ഡയഫ്രം ആയിരിക്കും. ഈ ഡയഫ്രത്തിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് ബൾബ് പ്രഷർ, അതായത് ഫീലർ ബൾബിൻ്റെ പ്രഷറാണ് നമുക്ക് മുകളിൽ ആക്ട് ചെയ്യുന്നത്. ബോട്ടം സൈഡിൽ എന്ന് പറയുന്നത് സ്പ്രിങ്ങിൻ്റെ പ്രഷറും ഇവാപ്പറേറ്റർ പ്രഷറും ആയിരിക്കും ബോട്ടം സൈഡിൽ ആക്ട് ചെയ്യുന്നത്. അപ്പം ഇത് സ്റ്റേബിൾ കണ്ടീഷനിൽ, ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഈ വാൽവ് ക്ലോസ്ഡ് ആയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ ബൾബിൻ്റെ പ്രഷറും ഈ സ്പ്രിംഗ് പ്രഷറും ഇവാപ്പറേറ്റർ പ്രഷറും കൂടെ ബാലൻസ്ഡ് ആയിരിക്കും, ഇക്വിലിബ്രിയത്തിലായിരിക്കും സമയത്ത് ഈ വാൽവ് ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, ആ സമയത്ത് എൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ റെഫ്രിജറന്റ് വരുന്നു അല്ലെങ്കിൽ ചെയ്യുന്നതാണ്. ഇനി ഈ സമയത്ത് കംപ്രസർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലോഡ് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഫീലർ ബൾബ് ഇവിടെ ഇതിനകത്ത് ഏത് റെഫ്രിജറന്റ് ആണ് യൂസ് ചെയ്യുന്നത് ആ റെഫ്രിജറന്റ് തന്നെയായിരിക്കും ഫീലർ ബൾബിനകത്തുള്ള റെഫ്രിജറന്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്ത് ചെയ്യും, സൂപ്പർ ഹീറ്റഡ് കണ്ടീഷൻ ആവേണ്ട അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലിക്വിഡ് റെഫ്രിജറന്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഫീലർ ബൾബിനകത്ത് ടെമ്പറേച്ചർ കൂടുകയും അതിവിടെ പ്രഷറൈസ് ചെയ്യുകയും ചെയ്യും. പ്രഷറൈസ് ചെയ്യുന്ന സമയത്ത് ആ പ്രഷർ ഈ സ്പ്രിംഗ് പ്രഷറിനും ഇവാപ്പറേറ്റർ പ്രഷറിനും കൂടുതലാകുമ്പോഴത്തേക്ക് ഇവിടെ വാൽവ് ഓപ്പൺ ആവുകയും വാൽവ് ഓപ്പൺ ആവുന്ന സമയത്ത് കൂടുതൽ റെഫ്രിജറന്റ്
നമുക്ക് എന്ത് ചെയ്യും, ഇതുവഴി കയറി ഇതുവഴി നമുക്ക് എവിടെ എത്തും, ഇവാപറേറ്ററിനകത്ത് എത്തുകയും ചെയ്യും. ആ സമയത്ത് എന്ത് ചെയ്യും, ഇവാപറേറ്റർ പ്രഷർ കൂടി കൂടി വരും. ഇവാപറേറ്റർ പ്രഷർ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവാപറേറ്റർ പ്രഷർ കൂടുകയും ഫീലർ ബൾബിന്റെ പ്രഷർ കുറയുകയും ചെയ്യും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി അഡിക്വേറ്റ് ക്വാണ്ടിറ്റിയിൽ എത്തി, ലിക്വിഡ് റെഫ്രിജറന്റ് എത്തി. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ സൂപ്പർഹീറ്റ് കണ്ടീഷനിൽ നിന്ന് കുറയാൻ തുടങ്ങും, ഇവിടെ പ്രഷർ കുറയും, ഇവാപറേറ്റർ പ്രഷർ കൂടുകയും ചെയ്യും. ഇവാപറേറ്റർ പ്രഷർ കൂടുന്നുണ്ട് എന്ത് ചെയ്യും, ഈ വാൽവ് വന്നിട്ട് ഇവിടെ അങ്ങ് ക്ലോസ്ഡ് ആവും. ക്ലോസ്ഡ് ആകുമ്പോഴത്തേക്ക് പിന്നീട് എന്ത് ചെയ്തില്ല, ലിക്വിഡ് റെഫ്രിജറന്റ് കയറി ഇങ്ങോട്ട് പോകത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് കറക്റ്റ് ക്വാണ്ടിറ്റിയിലുള്ള റെഫ്രിജറന്റ് ഇവിടെ എത്തുകയും പിന്നീട് എപ്പോഴെങ്കിലും വീണ്ടും സൂപ്പർ ഹീറ്റ് കണ്ടീഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഫീലർ ബൾബ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രഷർ കൂടുകയും വാൽവ് വീണ്ടും ഓപ്പൺ ആവുകയും ചെയ്യും. This way the system operates. This is thermostatic expansion valve. Clear? അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. This is all the thermostatic expansion valves. ഇതാണ് ആ ഫീലർ ബൾബ് കണ്ടീഷൻ. ഇവാപറേറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവാപറേറ്ററിൻ്റെ എൻഡിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, ഫീലർ ബൾബ് പ്ലേസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, and these are the advantages and disadvantages of thermostatic expansion valve. Thermo expansion valve maintains the flow of the refrigerant to the evaporator as per the load inside. Load എന്താണോ അതിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുക, ഫ്ലോ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. Thus the refrigeration or the air conditioning plant can run the optimum capacity as per the requirement. This type of expansion valve, thermostatic expansion valve, keeps the evaporator fully active and helps getting the optimum cooling effect from it. Since the end, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എന്താണ്, അഡക്വേറ്റ് ക്വാണ്ടിറ്റിയിലുള്ള ലിക്വിഡ് എവിടെ ഉണ്ടാവും, ലിക്വിഡ് റെഫ്രിജറന്റ് എവിടെ ഉണ്ടാവും, ഇവാപറേറ്ററിനകത്ത് ഉണ്ടാവും. സോ നമുക്ക് എന്താ കറക്റ്റ് കൂളിംഗ് അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. Since the entire refrigerant in the evaporator gets vaporized, the chances of the liquid refrigerant particles going to the compressor are reduced. ഇവിടെ സൂപ്പർ ഹീറ്റഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നോട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും ലിക്വിഡ് റെഫ്രിജറൻസോ അല്ലെങ്കിൽ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സോ എവിടെ പോകാനുള്ള സാധ്യതയില്ല, കംപ്രസറിനകത്ത് പോകാനുള്ള സാധ്യതയില്ല. സോ കംപ്രസർ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന കാര്യമേ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. The compressor can work with optimal capacity as per the refrigeration load on the system. If the load is lesser, it has to compress the refrigerant and work on lesser capacity, thus absorbing lesser electric power. അപ്പം ലോഡ് കുറവാകുന്ന സമയത്ത് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എന്ത് ചെയ്യത്തുള്ളൂ, ലിക്വിഡ് റെഫ്രിജറന്റ് എത്തത്തുള്ളൂ. അതുകൊണ്ട് അത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, വേപ്പറൈസ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മൾ ആവശ്യമില്ലാത്ത ക്വാണ്ടിറ്റീനെ കംപ്രസ് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ കുറയ്ക്കാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ എക്സ്പെൻസീവ് ആൻഡ് പ്രോപ്പർ പ്രിക്കോഷൻ ഷുഡ് ബി ടേക്കൺ അറ്റ് ദ ഇൻസ്റ്റാളേഷൻ. കറക്റ്റായിട്ടുള്ള മെയിൻ്റനൻസും കറക്റ്റായിട്ടുള്ള ഇൻസ്റ്റാളേഷനും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കുന്ന രീതിയിലുള്ള എഫക്റ്റ് ഇതിനകത്തുനിന്ന് കിട്ടത്തില്ല. ദ യൂസ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ വാൽവ്, thermostatic expansion valve depends upon degree of superheat. Superheated condition ബേസ് ചെയ്തായിരിക്കും എന്ത് ചെയ്യുക, ഈ ഒരു സിസ്റ്റം തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. Hence in applications where a close approach between the fluid to be cooled and the evaporator temperature is desired. സോ എത്രത്തോളം നമുക്ക് സൂപ്പർ ഹീറ്റഡ് കണ്ടീഷൻ വേണം, എത്രത്തോളം നമ്മൾ കൂളിംഗ് വേണം, ഇതെല്ലാം നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. Thermostatic expansion valve cannot be used since very small extent of superheating is available for operation. So superheated condition ഒരു പർട്ടിക്കുലർ ലെവലിൽ കിട്ടിയാൽ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ചെറിയ സിസ്റ്റത്തിനകത്ത് ചെറിയ ലോഡ് വരുന്നതിനകത്തൊന്നും നമുക്ക് ഈ ഒരു സിസ്റ്റം ഇടേണ്ട ആവശ്യമില്ല, യൂസ്ഫുള്ളും ആകത്തില്ല. Then I'm moving to the float valves. ഈ ഫ്ലോട്ട് വാൽവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും ഒരു കണ്ടിന്യൂസ് ലിക്വിഡ് റെഫ്രിജറന്റ് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഫ്ലോട്ട് വാൽവിൻ്റെ സൈഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്. ലോ സൈഡിൽ പ്ലേസ് ചെയ്യുന്ന ഫ്ലോട്ട് വാൽവ് ഉണ്ട്, ദെൻ ഹൈ സൈഡിൽ പ്ലേസ് ചെയ്യുന്ന ഫ്ലോട്ട് വാൽവ് ഉണ്ട്. ലോ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫ്രിജറേഷൻ സിസ്റ്റം എടുക്കണമെന്നുണ്ടെങ്കിൽ ലോ സൈഡ് എന്ന് പറയുന്നത് ഇവാപറേറ്ററിനും മുമ്പാണ് നമുക്ക് ഇവിടെ പറയുന്നത്. എക്സ്പാൻഷൻ ഡിവൈസ് കഴിഞ്ഞ് വരുന്ന സൈഡാണ് നമുക്ക് ലോ സൈഡ് ലിക്വിഡ് റെഫ്രിജറന്റ് ലോ സൈഡ് റെഫ്രിജറന്റ് വരുന്നത്, ലോ സൈഡ് പാർട്ട് വരുന്നത്. അവിടെയാണ് നമ്മൾ ലോ സൈഡ് ആയിട്ടുള്ള ഫ്ലോട്ട് വാൽവ് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാലും ആസ് യൂഷ്വൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലോട്ട് വാൽവ് എന്ന് പറയുന്ന ഒരു കണ്ടെയ്നർ, ഈ കണ്ടെയ്നറിനകത്ത്
എപ്പോഴും നമ്മൾ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഫ്രം ദ റിസീവർ എപ്പോഴും ഇതിനകത്തൊരു അറ്റാച്ച്ഡ് ആയിരിക്കും. ഇവിടെ ഒരു വാൽവ് ഉണ്ടാവും, ഒരു ഫ്ലോട്ട് വാൽവ് ഉണ്ട്. എപ്പോഴാണോ ഈ വാൽവിനകത്തുള്ള ലെവൽ കുറയുന്നത്, ലെവൽ കുറയുക എന്ന് വെച്ചാൽ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ റേറ്റിൽ ഇവാപറേഷൻ നടക്കുന്നത്, ലോഡ് കൂടി എന്നാണ് എൻ്റെ അർത്ഥം. ലോഡ് കൂടുമ്പോൾ ഇതിനകത്ത് വേറെ കാര്യം കൂടെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടുന്ന് ലൈൻസ് ഉണ്ടാകും, ഇവിടുന്ന് ലൈൻസ് വന്നിട്ട് ഈ ലൈൻസിലായിരിക്കും ഇവാപറേറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് ഈ ഫ്ലോട്ടിൻ്റെ ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ട് ഇവാപറേറ്റേഴ്സിൻ്റെ കോയിൽ ഇങ്ങനെ നിൽക്കും, ദെൻ ഇവിടെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇതിനകത്ത് എപ്പോഴും എന്തുണ്ടാവും, ഇവാപറേറ്റർ ഇവിടെ ആയിരിക്കും. ഇവാപറേറ്ററിനകത്ത് എപ്പോഴും ലിക്വിഡ് റെഫ്രിജറന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ലിക്വിഡ് റെഫ്രിജറന്റ് ഇതിനകത്ത് നിന്ന് പിന്നീട് അങ്ങോട്ട് പോകുന്നത്, ഒരു നിമിഷം, ഇവാപറേറ്റർ കോയിൽ പാസ് ചെയ്തിട്ട് പിന്നീട് അങ്ങോട്ട് പോകും, കംപ്രസറിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ ലിക്വിഡ് റെഫ്രിജറന്റിനകത്ത് ഇതിനകത്ത് ലിക്വിഡ് റെഫ്രിജറന്റ് എപ്പോഴും പ്ലേസ്ഡ് ആയിരിക്കും. അപ്പം കൂടുതൽ ഇവാപറേഷൻ നടക്കുകയെന്ന് വെച്ചാൽ ലോഡ് കൂടി എന്നാണ്. ലോഡ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും, ഇതിനകത്തുള്ള ലിക്വിഡ് റെഫ്രിജറന്റ് ഈ ഫ്ലോട്ട് ചേമ്പറിനകത്ത് നിൽക്കുന്ന ലിക്വിഡ് റെഫ്രിജറന്റ് കുറയുകയും ഈ ഫ്ലോട്ട് താഴോട്ട് വരികയും ചെയ്യും. ഫ്ലോട്ട് താഴോട്ട് വരുന്നുണ്ട് എന്ത് ചെയ്യും, ഇവിടെ വാൽവ് ഓപ്പൺ ആവും. ഇവിടെ വാൽവ് ഓപ്പൺ ആവുന്നുണ്ടെങ്കിൽ ഏതൊരു വാൽവ് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് ഈ ഒരു ലിക്വിഡ് ലൈനിൽ നിന്ന്, റിസീവറിൽ നിന്ന് കൂടുതൽ ലിക്വിഡ് റെഫ്രിജറന്റിനകത്തോട്ട് കയറി വരികയും ഇതിനകത്ത് ഫില്ലാവുകയും ചെയ്യും. ദെൻ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ വന്നിട്ട് റെഫ്രിജറന്റ് ലോഡ് കുറയുന്ന സമയത്ത് കൂടുതൽ ഇവാപറേഷൻ നടക്കില്ല. ആ സമയത്ത് എന്ത് ചെയ്യും, ഇത് ലിക്വിഡ് റെഫ്രിജറന്റ് ഇതിനകത്ത് കൂടുകയും ഫ്ലോട്ട് ഹൈറ്റിലേക്ക് പോവുകയും അല്ലെങ്കിൽ മുകളിലോട്ട് പൊങ്ങുകയും ഈ വാൽവ് ക്ലോസ് ആവുകയും ചെയ്യും. പിന്നീട് ഒരു കാരണവശാലും ലിക്വിഡ് റെഫ്രിജറന്റിനകത്തോട്ട് കയറി വരത്തില്ല. അതാണ് ഒരു ലോ സൈഡിലുള്ള ഫ്ലോട്ട് വാൽവിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Okay, the float valve maintains a constant level of the liquid in the flooded evaporator irrespective of the pressure and the temperature inside. The float of the low side of the float valve is placed in the evaporator. The valve assembly comprises of a hollow ball, a float arm, needle and the seat. ഇതെല്ലാം ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. The movement of the float valve rise or fall is transmitted to the needle valve by the float arm, which closes or opens the flow of the liquid refrigerant. നീഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്തുള്ള റെഫ്രിജറന്റ് ഫ്ലോ റേറ്റ് കൺട്രോൾ ചെയ്യുന്നത്. The hollow ball is connected to the needle and the valve seat via the float arm. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. When the level of the refrigerant drops inside the evaporator due to the high refrigeration load, the float moves downwards. This allows the liquid refrigerant from the liquid line to the float chamber and then make up the refrigerant in the evaporator. എപ്പോഴാണോ ലോഡ് കൂടുന്ന സമയത്തും ഈ ഫ്ലോട്ട് ചേമ്പറിനകത്തുള്ള ലിക്വിഡ് ലെവലിൽ കുറയുകയും ഫ്ലോട്ട് താഴോട്ട് വരികയും കൂടുതലായിട്ടുള്ള റെഫ്രിജറന്റിനകത്തോട്ട് വീണ്ടും വന്ന് ഫില്ലാവുകയും ചെയ്യും. When the sufficient amount of the refrigerant enters the evaporator, the level of the float rises, due to which moves the float valve closes. കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇതിനകത്തൊന്ന് ഫില്ലാവും. പിന്നീട് റെഫ്രിജറേഷൻ അതിനകത്ത് ഇവാപറേറ്ററിനകത്ത് ലോഡൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഫ്ലോട്ട് ചേമ്പറിനകത്ത് റെഫ്രിജറന്റ് കൂടുകയും ഫ്ലോട്ട് ഹൈറ്റിലേക്ക് പോവുകയും അത് ക്ലോസ് ആവുകയും ചെയ്യും. So the movement of the float and the opening of the float valve is according to the refrigeration load on the evaporator. Okay, now the high side float valve. So low side float valve is actually placed on the evaporator side. High side float valve is actually placed on the condenser side. കണ്ടൻസർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇവാപറേഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ കണ്ടൻസേഷനും കൂടുതലായിരിക്കും. ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. അതായത് ക്ലോസ്ഡ് സൈക്കിളാണ്. ഇവാപറേഷൻ കൂടുന്നു എൻ്റെ അർത്ഥം വെച്ചാൽ കണ്ടൻസേഷൻ റേറ്റ് കൂടുന്നു. അതായത് ഇവാപറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വേപ്പർ ഫോം ചെയ്യുന്നു, അത്രയും വേപ്പർ തന്നെ എവിടെ എത്തും, കണ്ടൻസറിലെത്തും. അത്രയും വേപ്പർ തന്നെ എന്ത് ചെയ്യണം, കണ്ടൻസ് ചെയ്യണം. ഓക്കെ, ആ ഒരു പ്രിൻസിപ്പിളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലിക്വിഡ് ഫ്രം ദ കണ്ടൻസർ ആണ്. നമുക്കറിയാം ലിക്വിഡ് റെഫ്രിജറന്റ് എവിടെ നിന്ന് വരുന്നത്, കണ്ടൻസ് ചെയ്ത് വരുന്ന ലിക്വിഡ് റെഫ്രിജറന്റ് ആണ്. ഇവിടെ ഒരു ഫ്ലോട്ട് ഉണ്ട്. അപ്പം ഈ ഫ്ലോട്ടിൽ നിന്ന് ബാക്കിയുള്ളതെന്ന് പറയുന്നത് ഇനി പോകേണ്ടതെന്ന് പറയുന്നത് എവിടേക്കാണ്, ഇവാപറേറ്ററിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, ഇവാപറേറ്ററിലോട് കൂടുമ്പോൾ കൂടുതൽ ഇവാപറേഷൻ നടക്കും. കൂടുതൽ ഇവാപറേഷൻ നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, കൂടുതൽ കണ്ടൻസേഷൻ നടക്കും. കൂടുതൽ കണ്ടൻസേഷൻ നടക്കുമ്പോഴത്തേക്ക് കൂടുതൽ ലിക്വിഡ് ഫോം ചെയ്യും.
കൂടുതൽ ലിക്വിഡ് എവിടെ വന്ന് കളക്ട് ചെയ്യും? ഈ ഫ്ലോട്ട് ചേമ്പറിനകത്ത് കളക്ട് ചെയ്യും. ഫ്ലോട്ട് ചേമ്പറിനകത്ത് കൂടുതൽ ലിക്വിഡ് കളക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഫ്ലോട്ട് വാൽവ് എന്ത് ചെയ്യും? മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യും. കൂടുതൽ ലിക്വിഡ് റെഫ്രിജറന്റിനകത്ത് വന്ന് പറയും. അപ്പം എന്ത് ചെയ്യും? ഈ ഫ്ലോട്ട് വാൽവ് മുകളിലോട്ട് പോകും. മുകളിലോട്ട് പോകുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ഈ വാൽവ് ഓപ്പൺ ആവും. വാൽവ് ഓപ്പൺ ആകുമ്പോഴത്തേക്കും ഈ ഇതിനകത്തുള്ള ലിക്വിഡ് റെഫ്രിജറന്റ് എവിടെ പോകും? ഇവാപറേറ്ററിലേക്ക് പോകും. ഇനി റെഫ്രിജറേഷൻ റേറ്റ് കുറയുവാണെങ്കിൽ, അതായത് ഇവാപറേറ്ററിനകത്തുള്ള ലോഡ് കുറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇവാപറേഷൻ റേറ്റ് കുറയും. ഇവാപറേഷൻ റേറ്റ് കുറയുമ്പോഴത്തെ എന്ത് സംഭവിക്കും? കണ്ടൻസേഷൻ റേറ്റും കുറയും. കണ്ടൻസേഷൻ റേറ്റ് കുറയുമ്പോഴത്തെ എന്ത് ചെയ്യും? ഇവിടെ ലിക്വിഡ് റെഫ്രിജറന്റ് വരുന്നതിൻ്റെ അളവ് കുറയും. അളവ് കുറയുകയും ഫ്ലോട്ട് താഴോട്ട് വരികയും ഈ വാൽവ് ക്ലോസ് ചെയ്യുകയും ചെയ്യും. ആ രീതിയിലാണ് ഹൈ സൈഡ് ഫ്ലോട്ട് വാൽവ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അതിൻ്റെ ബാക്കി ഫങ്ഷൻസ് ആണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ദ റെഫ്രിജറേഷൻ സിസ്റ്റം വിത്ത് ലോ സൈഡ് ഫ്ലോട്ട് വാൽവ്, റെഫ്രിജറേഷൻ സിസ്റ്റം വിത്ത് ഹൈ സൈഡ് ഫ്ലോട്ട് വാൽവ്. ലോ സൈഡ് ഫ്ലോട്ട് വാൽവ് ആകുമ്പോഴത്തേക്കും ദിസ് ഇസ് പ്ലേസ്ഡ് ഇൻ ദ ഫ്ലോട്ട് ചേമ്പർ. ദ ഫ്ലോട്ട് വാൽവ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ ഇവാപറേറ്റർ സൈഡ്. ഇതാണ് ആ സിസ്റ്റം എന്ന് പറയുന്നത്. നേരത്തെ നമുക്ക് വരച്ച് കാണിച്ച സാധനം. അതായത് ഇവാപറേറ്ററിനകത്ത് കൂടുതൽ ഇവാപറേഷൻ റേറ്റ് നടക്കുന്നതിനനുസരിച്ച് ലിക്വിഡ് റെഫ്രിജറന്റ് ഇതിനകത്തൊന്ന് ഫില്ലാവുകയും അതിന് അഡിക്വേറ്റ് ക്വാണ്ടിറ്റിയിൽ ഇവാപറേറ്ററിനകത്തോട്ട് സപ്ലൈ ചെയ്യുകയും ചെയ്യും. ഹൈ സൈഡ് ഫ്ലോട്ട് ചേമ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടൻസേഷൻ റേറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവിടെ നടക്കുന്നത്. ഇവാപറേഷൻ കൂടുമ്പോൾ, അതായത് കൂടുതൽ ലോഡ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? കൂടുതൽ ലിക്വിഡ് റെഫ്രിജറന്റ് അവിടെ ആവശ്യമുണ്ട്, ഇവാപറേറ്ററിന് ആവശ്യമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? കൂടുതൽ കണ്ടൻസേഷൻ ഇവിടെ നടക്കുകയും കൂടുതൽ കണ്ടൻസേഷൻ നടക്കുന്നതിനനുസരിച്ച് ഈ ഹൈ സൈഡ് ഫ്ലോട്ട് വാൽവിനകത്ത് എന്ത് ചെയ്യും? കൂടുതൽ റെഫ്രിജറന്റ് ഒന്ന് ഫില്ലാവുകയും അവിടെ വാൽവ് ഓപ്പൺ ആവുകയും കൂടുതൽ ലിക്വിഡ് റെഫ്രിജറന്റ് ഇവാപറേറ്ററിനകത്തോട്ട് വരികയും ചെയ്യും. മനസ്സിലായോ? ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫിനിഷിങ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.